ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ വ്ലോഗിലേക്ക് നിങ്ങൾക്കെല്ലാം സ്വാഗതം. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ മുന്നിൽ കൂടെയുള്ള റോഡിൽ കൂടി ഒരു പട്ടിക്കുട്ടി ഇപ്പം ഓടിപ്പോയി. അത് നല്ല വീട്ടിൽ എവിടെയോ നല്ലപോലെ വളർത്തുന്ന പട്ടിക്കുട്ടി. എൻ്റെ കഴുത്ത ബെൽറ്റൊക്കെ ഉണ്ട്. പോമറേനിയനല്ല, പക്ഷേ ആ ഏതോ ഒരു ജൻസിൽ പെട്ടത്. നല്ല വിലയുള്ള പട്ടിക്കുട്ടിയാണ്. അത് ഒരുപാട് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടാന്ന് തോന്നുന്നു. അതാകെ പേടിച്ചിരിക്കുക. വീട് കണ്ടുപിടിക്കാൻ പറ്റാഞ്ഞിട്ട് അതാകെ പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്കിവിടെ എൻ്റെ പൂച്ചക്കുട്ടികളുടെ ഫുഡ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ഫുഡും കുറച്ച് വെള്ളം കൂടി അതിന് കൊടുക്കാമെന്ന് വിചാരിച്ചിരിപ്പോൾ അതിന് വെയിൽ താങ്ങാൻ പറ്റുന്നില്ല. എവിടെയോ വളർത്തുന്നതാന്ന് തോന്നുന്നത്. വളർത്തുന്ന അതിന് വെയിൽ താങ്ങാൻ പറ്റുന്നില്ല. അപ്പുറത്തെ ഒരു വീടിന്റെ തിണ്ണ കയറി കിടക്കുവാണ്. നമുക്കതൊന്ന് കാണാം. അപ്പൊ ഞാൻ എന്നാ ഭക്ഷണം കൊടുക്കാൻ പോവാം. ചൂണയില്ലേ, ചൂണ കഴിക്കും എന്തായാലും. പക്ഷെ അത് പേടിച്ച് ഓടിപ്പോകുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. നോക്കട്ടെ. അത് കുറെ ദിവസമായെന്ന് തോന്നുന്നു എവിടെയോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. കാരണം അതിനെ കണ്ടിട്ട് അത്ര ഒരു ഇത് തോന്നുന്നില്ല. നമ്മളെ കാണുമ്പോൾ ഓടുക പേടിച്ചിട്ട്. ഭയന്നാന്ന് തോന്നുന്നു. ഒരു ദിവസവും 2 ദിവസവും ഒന്നും ആയില്ല വീടുകളിൽ നിന്ന്. ഇനി അത് ആരെങ്കിലും കൊണ്ട് കളഞ്ഞതാണോന്നും അറിയത്തില്ല. ഞാൻ ഫോട്ടോ സ്റ്റാറ്റസ് ഇടാം. നമ്മുടെ ഗ്രൂപ്പിലെങ്ങാനും ആരെങ്കിലും ഇതിനെ ആവശ്യമുള്ളവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ അറിയാമെന്നുണ്ടെങ്കിൽ പറയണം അല്ലേ? ഇല്ല കേട്ടോ. അയ്യോ വിശന്നാ കേട്ടോ. ഫുഡ് കഴിക്കാൻ വരുന്നുണ്ട്. ഇല്ല, കഴിച്ചോ മോൻ, കഴിച്ചോ മോൻ, കഴിച്ചോ. ഞങ്ങൾ ആരും ഒന്നും ചെയ്യത്തില്ല. പൊക്കമില്ല അധികം, പക്ഷെ കണ്ടിട്ട് ഇതൊരു ജർമ്മൻ ഷെപ്പേർഡിന്റെ ലുക്കായില്ലേ. ഇതേത് ജനിച്ചപ്പെട്ടതാണെന്ന് നമുക്കറിയില്ല, പക്ഷെ നല്ല ഐശ്വര്യമുള്ള നല്ല സുന്ദരൊരു പപ്പിയാണേ. എടുത്തോടാ മോൻ, കഴിച്ചോ. നമ്മൾ നിൽക്കുന്നോണ്ട് പേടിച്ചാന്ന് തോന്നുന്നു കേട്ടോ. കഴിക്കുന്നില്ല, നമ്മളെ തന്നെ നോക്കി നിൽക്കുകയാണ്. ആ കഴിക്കുന്നുണ്ട്. അയ്യോ പാവം, വിശന്നായിരിക്കില്ലേ. വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ചോറ് വെന്തിട്ട് കൊണ്ട് കൊടുക്കാല്ലേ. എത്ര പെട്ടെന്ന് അത് കഴിക്കുന്നത് വെച്ചോ. വിശന്നായിരുന്നു കേട്ടോ, കഷ്ടം. എന്നാ മോനെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്നതോ ഇവിടെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ പറയണേ. അതിന് ഒരു ഡപ്പ കൊടുത്തിട്ട് അതിനൊന്നും ആയിട്ടില്ല കേട്ടോ. നല്ല കൂടിയ ബെൽറ്റൊക്കെയാണ് കഴുത്തേ കിടക്കുന്നത്. ഇനി ആരെങ്കിലും കൊണ്ട് കളഞ്ഞതാണോ എന്നും അറിയില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണോ എന്നും അറിയില്ല. ദേഹത്ത് മുഖത്തൊക്കെ വേറെ പട്ടികളൊക്കെയാണെന്ന് തോന്നുന്നു. കടിച്ച പാടുകളോ എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ചോറും ഇച്ചിരി ബീഫ് എല്ലാം കൂടെ കിട്ടിയായിരുന്നു. അപ്പം അതിൽ നിന്ന് കുറച്ച് ബീഫും എല്ലാം കൂടെ ഇട്ട് ഇളക്കി ഇച്ചിരി ചോറ് അതിന് കൊടുക്കാം. അല്ലെങ്കിൽ ജീവനുള്ള ഒരു ജീവിയല്ലേ. അവിടെ വെക്കണ്ടാന്നേ. ഞാൻ പിന്നെ വൈകിട്ട് എടുത്തോളൂ. ഇപ്പൊ പേടി കുറച്ച് മാറി. മുമ്പേ ഭയങ്കര പേടിയായിരുന്നു. ചാക്ക് വല്ല ഇട്ട് കൊടുക്കാറ്.